നമസ്കാരം. ഗസയിൽ ഇതുവരെ 60 പേരാണ് പട്ടിണി കാരണം മരിച്ചത്. 2 മാസത്തിലേറെയായി ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ ഉപരോധമാണ്. ലോകത്തിന് പ്രസ്താവനകൾ നടത്തുക എന്നതിലപ്പുറം ഒന്നും ചെയ്യാനാവുന്നില്ല. വെടിനിർത്തൽ ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന് മധ്യസ്ഥ രാജ്യമായ ഖത്തർ അറിയിക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ദോഹയിലെത്തിയ ഇസ്രായേൽ ചാരസംഘടന മൊസാദിൻ്റെ ഡയറക്ടർ ഡേവിഡ് ബേണിയ ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചാൽ ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും വിട്ടുകൊടുക്കാം എന്നാണ് ഹമാസിൻ്റെ നിലപാട്. കാനഡയിലെ പൊതുതെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി 4ാമതും അധികാരത്തിലേറി. ട്രംപ് കാനഡയ്ക്കെതിരെ ഉയർത്തിയ ഭീഷണി വോട്ടാക്കി മാറ്റാൻ മാർക്ക് കാർണിക്ക് കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിതസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഉപരോധത്തെ തുടർന്ന് ഗസയിലെ ജനങ്ങൾ മുഴുപട്ടിണിയിലാണ്. 19 മാസമായി യുദ്ധസമയത്ത് ജനങ്ങളെ വിശപ്പകറ്റാൻ സഹായിച്ചിരുന്ന സമൂഹ അടുക്കളകൾ ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ ഉപരോധത്തെ തുടർന്ന് പൂട്ടിയിട്ടിരിക്കുന്നു. 23 ലക്ഷത്തോളം ജനങ്ങൾ സമൂഹ അടുക്കളകളെ ആശ്രയിച്ചാണ് ഇത്രയും കാലം ജീവിച്ചിരുന്നത്. എന്നാൽ UN വഴിയും മറ്റും നടത്തുന്ന ഈ സംവിധാനങ്ങളിലേക്ക് പോലും ഭക്ഷണവും വെള്ളവും കടത്തിവിടില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. ഉപരോധം ഭേദിക്കാൻ ഭക്ഷണവുമായി വന്ന ഫ്രീഡം ഫ്ലോട്ടില കപ്പലിനെയും ഇസ്രായേൽ ആക്രമിച്ചു. പിഞ്ചുകുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഈ ക്രൂരത ലോകം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച 5 വർഷം നീളുന്ന വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചതായി ഹമാസ് അറിയിച്ചു. പക്ഷേ വെടിനിർത്തൽ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ഗസയിൽ വംശഹത്യ വിപുലപ്പെടുത്താൻ ഇസ്രായേൽ പദ്ധതി തയ്യാറാക്കുകയാണ്. പുതുതായി ആയിരക്കണക്കിന് റിസർവ് സൈനികരെ ഗസയിലേക്ക് റിക്രൂട്ട് ചെയ്യാനാണ് പദ്ധതി. ഗസയിൽ ഇസ്രായേലിൻ്റെ ആസൂത്രിത വംശഹത്യക്ക് ഉടൻ അറുതി വേണമെന്ന് ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നു. അതേസമയം തന്നെ ഇസ്രായേൽ ആഭ്യന്തര സംഘർഷത്തിൽ ഉഴലുകയാണ്. 2023 ഒക്ടോബർ മുതൽ ഗസയിൽ ഫലസ്തീനികൾക്കെതിരെ യുദ്ധം നയിച്ചിരുന്ന 2 പേർ ഇപ്പോൾ ഇസ്രായേലിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബെറ്റിൻ്റെ മേധാവി റോനൻ ബാറും. ഷിൻബെറ്റ് മേധാവി റോനൻ ബാറിനെ നെതന്യാഹു പുറത്താക്കി. പക്ഷേ അതിനുള്ള അധികാരം പ്രധാനമന്ത്രിക്ക് ഉണ്ടോ എന്നതിൽ ഇസ്രായേൽ സുപ്രീം കോടതിയിൽ കേസ് നടന്നു. നെതന്യാഹുവും റോനൻ ബാറും കോടതിയിൽ നൽകിയ സത്യവാങ്മൂലങ്ങൾ ആഭ്യന്തര ശൈഥില്യത്തിൻ്റെ വലിയ തെളിവായിരുന്നു. ജൂൺ 15 തൻ്റെ 35 വർഷത്തെ സേവനം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റോനൻ ബാർ. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തമാണ് കഴിഞ്ഞയാഴ്ചയുണ്ടായത്. എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യം പേടിച്ചു വിറക്കുന്നതാണ് ആ സമയത്ത് കണ്ടത്. ഇസ്രായേൽ വിദേശ രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചു. 2 ദിവസം നീണ്ട കടുത്ത പരിശ്രമത്തിന് ഒടുവിലാണ് തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. ജെറുസലേമിനും ടെൽ-അവീവിനും ഇടയിൽ 20 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവ് കത്തി നശിച്ചു. ആളപായമൊന്നും ഉണ്ടായില്ല. നിരവധി പേർക്ക് പരിക്കേറ്റു. കാനഡയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി തുടർച്ചയായ 4ാം തവണയും അധികാരത്തിലെത്തിയിരിക്കുകയാണ്. മാർക്ക് കാർണി പ്രധാനമന്ത്രിയായി തുടരും. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പല ഘടകങ്ങൾ കൊണ്ടും നാടകീയമായിരുന്നു ലിബറൽ പാർട്ടിയുടെ ഈ മുന്നേറ്റം. 3 മാസം മുമ്പ് വരെ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി തകർന്നടിയുമെന്നും കൺസർവേറ്റീവുകൾ അധികാരം പിടിക്കും എന്നുമായിരുന്നു പ്രവചനങ്ങൾ. അപ്പോഴായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി. പക്ഷേ പിന്നീടുണ്ടായത് ട്വിസ്റ്റാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയ്ക്കെതിരെ തിരിയുന്നു. കാനഡയെ US-ന്റെ 51ാം സംസ്ഥാനമാക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണിക്കൊപ്പം തീരുവ യുദ്ധം കൂടി കനക്കുന്നു. ട്രംപിനെതിരെ കാർണി ആഞ്ഞടിച്ചു. ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ട്രംപ് വിരുദ്ധതയിലേക്ക് ഫോക്കസ് ചെയ്യിച്ചു. ഒക്ടോബറിലാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ട്രംപിൻ്റെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം വോട്ടാക്കി മാറ്റാൻ മാർക്ക് കാർണി ശ്രമിച്ചു. ആ തന്ത്രം ഫലം കണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യക്കാർക്കും ഏറെ പ്രധാനമായിരുന്നു. 4 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കാനഡയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ളത്. ഇനിയും കുറേ പേർ കുടിയേറാൻ ഇരിക്കുന്നു. ട്രൂഡോയുടെ കുടിയേറ്റ നയം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും തൊഴിൽ തേടുന്നവർക്കും ഏറെ പ്രയോജനപ്രദമായിരുന്നു. ഈ നയമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം എന്നാണ് പ്രതിപക്ഷം പറഞ്ഞിരുന്നത്. പ്രതിപക്ഷത്തെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്ത്യൻ വംശജനായ ജഗ്മീത് സിംഗ് നയിച്ചിരുന്ന NDPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടു. ജഗ്മീത് സിംഗ് നേതൃസ്ഥാനം രാജിവെക്കുകയും ചെയ്തു. വേൾഡ് വിതസ് പൂർണ്ണ രൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30-നും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-നും മീഡിയ 1 TV-യിൽ.